ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. വിഷയം ദൈവത്തിൻ്റെ ബാലശിക്ഷ. ഹല്ലേലൂയ, സ്തോത്രം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 12:8-9. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗടലേന്മാരത്രേ. ഹല്ലേലൂയ. പ്രിയരെ, അതായത് ഭൗതികമായി ഒരു പിതാവ് മകനെ ശിക്ഷിക്കുന്നത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി അവന് സഹിക്കാവുന്ന ബാലശിക്ഷ നൽകുന്നു. ഹല്ലേലൂയ. അതുപോലെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നാം ആത്മീയതയിൽ നിൽക്കുമ്പോൾ വരുന്ന തെറ്റ് തിരുത്തുവാൻ, തെറ്റ് എങ്ങനെ തിരുത്തണമെന്ന് പഠിപ്പിക്കാൻ സ്നേഹസമ്പന്നനായ പിതാവ് നമ്മെ മക്കളെപ്പോലെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നാം ദൈവത്തിൽ നിന്നും അകലാതെ ഇരിക്കാൻ ദൈവം തരുന്നതാണ് ബാലശിക്ഷ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയായ ദൈവം, ഹല്ലേലൂയ, ആദവും ഹൗവയും നിത്യതയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടും, ഹല്ലേലൂയ, അവരോടുള്ള സ്നേഹം തിരുവഴുത്തിൽ കൂടെ ദൈവം കാണിക്കുന്നു. ഹല്ലേലൂയ. അതായത് തിരുവഴുത്ത് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ബൈബിൾ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ജനസമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്, അവർ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ പഠിപ്പിക്കുന്നത്. പ്രിയരെ, എന്നാൽ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ, പുതിയതല്ല പഴയ നിയമത്തിൽ, ഹല്ലേലൂയ, യഹോവ നൽകിയത് ബാലശിക്ഷ അല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിയമവും ചട്ടവും എതിരായാൽ തക്ക ശിക്ഷ അപ്പോൾ തന്നെ ജനത്തിന് കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. കാരണം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോടു കൂടെ അവരുടെ മധ്യേ വസിച്ചിരുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടതെല്ലാം അതാത് സമയത്ത് ദൈവം കൊടുത്തിരുന്നു. അവരുടെ മധ്യേ സമാഗമന കൂടാരത്തിലാണ് വസിച്ചത്. ഹല്ലേലൂയ. അവിടെ വസിക്കുമ്പോൾ രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും നൽകിയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെയും അപ്പോൾ തന്നെ കർത്താവ് സാധിച്ചു കൊടുത്തിരുന്നു. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ, യോർദാൻ ചെങ്കടൽ മുറിച്ച് അവരെ അക്കരയ്ക്ക് കടത്തി ശത്രുവിനെയും സൈന്യത്തെയും ചെങ്കടലിൽ കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ മുക്കിക്കളഞ്ഞു. അതുപോലെ തന്നെ യോർദാൻ നദി രണ്ടായി പിരിച്ച് അവരെ കനാൻ ദേശത്ത് എത്തിച്ചു, ഇസ്രായേൽ ജനത്തെ. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, അത് നടക്കേണ്ടതാണ്. അത് ഇസ്രായേൽ ജനം അറിയേണ്ട വിഷയമായിരുന്നു. എന്നാൽ അവരത് ഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഗ്രഹിക്കാതെ അവർ മുൻപോട്ട് പോകുമ്പോൾ ദൈവം കടുത്ത ക്ഷോഭത്തിലായി. ദൈവം കൂടെ നിന്നിട്ട് ഇവർ മിസ്രൈം ദേശത്തേക്ക് കാര്യമാണ് പറയുന്നത്. ഞങ്ങൾക്ക് മിസ്രൈം ദേശമാണ് നല്ലത്. അത് ദൈവത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ്. മിസ്രൈം ദേശം എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ കൂടാരമാണ് അവിടെ ഉള്ളത്, ശത്രുവിൻ്റെ ജനമാണ് അവിടെ ഉള്ളത്. ഹല്ലേലൂയ. അവിടുത്തെ ഭരണം ഫറവോൻ ശത്രുവിൻ്റെ ആളാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നിന്നെല്ലാം ദൈവം രക്ഷിച്ചിട്ടും ഈ ജനം ഇങ്ങനെ പറഞ്ഞു. അതും 11 ദിവസം കൊണ്ട് കനാൻ ദേശത്ത് എത്തേണ്ട അവർ
ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിൽ ചുറ്റി. എന്തുകൊണ്ട്? കർത്താവ് അവരെ ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും പഠിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവർ പഠിക്കുന്നില്ല. അത് കാരണമാണ് 40 വർഷം ചുറ്റിയത്. അവർ പഠിക്കാത്തത് കാരണം, പഠിക്കുന്നത് വരെയും ദൈവം കൊണ്ടുപോകുവാൻ നോക്കി, പറ്റിയില്ല. അതാണ് ഹല്ലേലൂയ മരുഭൂമിയിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തലമുറ പട്ടുപോയി. 6 ലക്ഷത്തോളം പേർ പട്ടുപോയി. ഹല്ലേലൂയ. വീണ്ടും അടുത്ത തലമുറയെയാണ് യോശുവയുടെ കൂടെ വിട്ടത്. ഹല്ലേലൂയ. കനാൻ ദേശത്തേക്ക് അവരെ പരിച്ഛേദന ചെയ്തു. അവരെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ഉള്ളത്തിൻ്റെ പരിച്ഛേദനയാണെന്ന് പറയുന്നത്. ലൗകികമായി നോക്കുമ്പോൾ പരിച്ഛേദനം അവർക്ക് തിരിച്ചറിയില്ല. ലൗകികമായി നോക്കുന്നവർക്ക് പരിച്ഛേദന, ഉള്ളത്തിൻ്റെ പരിച്ഛേദനയാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ നിയമവും ചട്ടവും ഉണ്ട്. ആ ചട്ടവിരുദ്ധത്തിൽ കൂടെ പോയാൽ മനുഷ്യൻ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടുകയാണ്. ശത്രുവിൻ്റെ രീതിയല്ല ഹല്ലേലൂയ കാര്യങ്ങളെ കാണുവാൻ കർത്താവായ ദൈവം ചെയ്യുന്നത്. കർത്താവായ ദൈവത്തിൻ്റെ നിയമവും ചട്ടവും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണ്. ആ വഴിയിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ കർത്താവ് ഒന്ന് ചിന്തിച്ചാൽ എന്ത് വേണമെങ്കിലും അപ്പോൾ തന്നെ ഒരു സെക്കൻഡിൽ മാറിക്കിട്ടും. അതല്ല ജനത്തിന് കൊടുത്തിരിക്കുന്നത്. ജനത്തിൻ്റെ കഴിവനുസരിച്ച് അവരുടെ ഹൃദയം ശുദ്ധമാകണം, പരിച്ഛേദന ചെയ്തിരിക്കുന്നതാകണം. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ യേശു ഗിരിപ്രഭാഷണം നൽകി. ഹല്ലേലൂയ. എന്താണ് ക്രിസ്തുമതം എന്ന് കാണിച്ചും പഠിപ്പിച്ചും ഗിരിപ്രഭാഷണത്തിൽ കൂടെ കാണിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ചട്ടവിരുദ്ധമായി ദൈവമക്കൾ പോകുമ്പോൾ ബാലശിക്ഷ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശിക്ഷ നമ്മെ ആത്മീയമായി മിനുക്കിയെടുക്കുന്നു. ബാലശിക്ഷയിൽ വിഷമിക്കരുത്. തെറ്റു തിരുത്താൻ വേണ്ടിയാണ്. നമുക്ക് കഴിയുന്ന ശിക്ഷയാണ് തരുന്നത്. അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ശിക്ഷയാണ് തരുന്നത്. അതാണ് ബാലശിക്ഷയെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, നാം മലമേൽ ഇരിക്കുന്ന പട്ടണമാണ്. ഹല്ലേലൂയ. മലമേലിരിക്കുന്ന പട്ടണത്തിൻ്റെ പ്രകാശം, അതായത് സഭകളെയാണ് മലമേലിരിക്കുന്ന പട്ടണം എന്ന് പറയുന്നത്. പ്രകാശം മറ്റുള്ളിടത്തെല്ലാം പരക്കണം. ഹല്ലേലൂയ. അതാണ് മലമേലിരിക്കുന്ന പട്ടണം. നാം പറയിൻ കീഴല്ല, തണ്ടിന്മേൽ കത്തുന്ന വിളക്കാണ്. ഹല്ലേലൂയ. തണ്ടിന്മേൽ നിന്ന് കത്തുമ്പോൾ ആ പ്രകാശം പുറത്തേക്ക് പരക്കുകയാണ്. ഏത് പ്രകാശം? ദൈവനീതിയുടെ, സത്യദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ ആ നീതിയും ന്യായവും ചട്ടവുമാണ് അവിടെ വരേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ആണ് നാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഉപ്പ്, ഹല്ലേലൂയ, രസമില്ലാതെ ആയാൽ അത് എന്തിനു കൊള്ളാം? ഉപ്പ്, ഹല്ലേലൂയ, രസമുള്ളതായിരിക്കണം. അതാണ് ഒരു വിശ്വാസി, ഒരു അഭിഷക്തൻ. ഉപ്പ് രസമുള്ളതുപോലെ ആയിരിക്കണം. അവൻ്റെ ആത്മീയത വിട്ടുപോയി കഴിഞ്ഞാൽ ഉപ്പ് പോലെ ആയിപ്പോവുകയാണ്. ചവിട്ടിൽ തേക്കുന്ന വസ്തുവായിട്ട് തീരുകയാണത്. ഒരു ഉപയോഗത്തിനുള്ളതല്ല. ഹല്ലേലൂയ. ഇതൊക്കെയും ആത്മീയ കാഴ്ചപ്പാടിൽ കൂടെ കാണണം. എല്ലാ വചനങ്ങളും, ഓരോ വചനങ്ങളും, ഓരോ ആശയങ്ങളും, ഓരോ ഹല്ലേലൂയ പുസ്തകങ്ങളും ആത്മീയ ആശയം നിറഞ്ഞതാണ്. ആത്മീയ ആശയം നിറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആത്മീയ കാഴ്ചപ്പാടിൽ കൂടെ വചനം പഠിക്കണം. ആത്മീയ കാഴ്ചപ്പാടിൽ വചനം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളംകണ്ണ് തുറക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതിനായി നാം അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. അഭിഷേകം പ്രാപിക്കുന്നവർക്കാണ് ഇത് കഴിയുന്നത്. അത് മനസ്സിലാക്കുക. ഇത് ദൈവഹിതം, ദൈവത്തിൻ്റെ നിയമവും ചട്ടവുമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ നീതിമാനാകുവാൻ, നീതിയിൽ പ്രവേശിപ്പാൻ, ഹല്ലേലൂയ, അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അഭിഷേകം പ്രാപിച്ച് ആത്മമണ്ഡലത്തിൽ പ്രവേശിക്കണം.
അതാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവത്തിൻ്റെ നിയമം. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ എത്തണം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവേറ്റം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചും ആയിരിപ്പീൻ. അതിനുവേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം.